നിങ്ങൾ എന്നെ സ്നേഹിച്ചാലും കൊള്ളാം, വെറുത്താലും കൊള്ളാം. തീർത്തു പറയാൻ വല്ലാഹി സുമ്മ വല്ലാഹി മെഹ്റാബിന്റെ ചാരത്ത് ഈ മിമ്പർ പിടിച്ചിട്ട് പറയുന്നു, അത്തരത്തിൽ കൂത്തരങ്ങുകൾ കാണിക്കുന്നവനായിരുന്നാലും ആഖിറത്തിൽ ഖേദിക്കും, ആഖിറത്തിൽ ഖേദിക്കും. ദുനിയാവിൽ നിങ്ങൾക്ക് ചൂട് വെക്കാനും നിങ്ങളെ ചൂടം പിടിക്കാനും ഓമനിക്കാനും താലോലിക്കാനും ഒക്കെ ആരെങ്കിലും ഉണ്ടാകും. ആഖിറത്തിൽ നിങ്ങൾക്ക് നഷ്ടമായിരിക്കും. കാരണം അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ പരിശുദ്ധമായ ദീനിനെ അടിയുറച്ച് നിലനിർത്തിക്കൊണ്ടതാകുന്ന മഹത്തുക്കളുടെ പേര് നടത്തുന്ന ഉറൂസ്, അതിൽ അശ്ലീലത വരാൻ പാടില്ല. ചില ആളുകൾ പുരുഷന്മാർ തന്നെ സ്ത്രീകളുടെ വസ്ത്രവിധാനം നടത്തിയിട്ട് കോമാളി വേഷം കാണിച്ചിട്ട് കൂട്ടാടുന്നവരുണ്ട്. പാടില്ലത്. അതിനെ ശക്തമായി ജമാഅത്ത് കമ്മിറ്റി എതിർക്കാൻ, ശക്തമായ നിലയിൽ ഇവിടുത്തെ യുവാക്കളും മുഴുവൻ മുഅ്മിനീങ്ങളും എതിർക്കാൻ. ജമാഅത്ത് കമ്മിറ്റിയുടെ കീഴിൽ 30ഓളം വരുന്നതാകുന്ന ആളുകളെ നമ്മുടെ ഉറൂസ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുത്തിട്ടുണ്ട്. അവരോടൊക്കെ ഇമാം എന്ന നിലയിൽ നിർദ്ദേശം നൽകാൻ നിർബന്ധമായി 100ഓളം വരുന്നതാകുന്ന മറ്റ് കമ്മിറ്റി ആളുകളും വാളണ്ടിയേഴ്സ് അടക്കമുള്ള പ്രവർത്തകരുമുണ്ട്. അവരൊക്കെ ഇത് നിരീക്ഷിക്കണം. കൈ കെട്ടുമ്പോൾ അത് കെട്ട് ഫ്രണ്ടിൽ വന്നിരുന്നിട്ട് ടാറ്റ പറഞ്ഞു പോകുന്നതല്ല നിങ്ങൾക്കുള്ളതാകുന്ന ഏർപ്പാട് ചെയ്തിരിക്കുന്ന ഉത്തരവാദിത്വം. നിങ്ങൾ ഓരോരുത്തരും ഏറ്റവും ബാക്കിൽ വരുന്ന ആളുകളെ വരെ നിരീക്ഷിച്ച് അതിൽ അശ്ലീലത വരാതെ സുന്നത്ത് ജമാഅത്തിന് വിരുദ്ധമായിട്ടുള്ള പ്രവണത കണ്ടാൽ അവരെ അതിൽ നിന്ന് ഒഴിവാക്കാൻ മഹല്ലിലെ ഓരോ അംഗങ്ങളും, അവരെ ഏൽപ്പിക്കപ്പെട്ടെന്നല്ല, ഓരോ അംഗങ്ങളും അതിൽ ജാഗ്രത പുലർത്തണം. ഞാൻ പറയുന്നത് വളരെ വൃത്തിയായി പ്രശ്നങ്ങളൊന്നുമില്ലാതെ മനോഹരമായി പോകുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ നടപടി തെറ്റിച്ചുകൊണ്ട് നിങ്ങൾ പോയാൽ നിങ്ങൾ ഈ ദുനിയാവിൽ ചിലപ്പോൾ ആരും ശകാരിച്ചെന്ന് വരില്ല. കാരണം ഏറ്റവും അടുത്ത ബന്ധുക്കാരായിരിക്കും, കുടുംബക്കാരായിരിക്കും, പരസ്പര ബന്ധമുള്ളവരായിരിക്കും. ആ ബന്ധതയെ തകർക്കണ്ട, ഇനി ഒരു ഉറൂസിന്റെ വിഷയത്തിൽ ഒരു ബഹളം ഉണ്ടാക്കണ്ട എന്ന് കരുതിയിട്ട് ആര് ചിലപ്പോൾ ആ സദസ്സിൽ വെച്ച് നിങ്ങളോട് ചിലപ്പോൾ വഴക്കുണ്ടായിക്കൊണ്ടൊന്നുമില്ല. നിങ്ങളോട് പറയും, മാന്യമായി നിങ്ങളത് ചെയ്തില്ല എങ്കിൽ ദുനിയാവും ആഖിറവും നിങ്ങൾക്ക് നഷ്ടമാണ്. അല്ലാഹു നമ്മളെ ശക്തമായ നടപടി അത്തരക്കാർക്കെതിരുണ്ടാകും. അതുകൊണ്ട് സ്നേഹത്തോടുകൂടി എനിക്ക് എല്ലാവരോടും വലിയ ഇഷ്ടമാണ്, പ്രത്യേകിച്ച് യുവാക്കളോട് വലിയ ഇഷ്ടമാണ്. ദീനിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ വളരെ ശ്രദ്ധിക്കുന്ന, ജുമുഅയ്ക്കൊക്കെ അവ്വൽ വഖത്തിൽ വരുന്ന ആളുകളായി നമ്മുടെ മക്കൾ മാറുന്നുണ്ട്. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. അതുകൊണ്ട് ആ സ്നേഹബന്ധം നിലനിൽക്കാൻ, നാളെ സ്വർഗത്തിലേക്ക് എത്തിച്ചേർക്കാൻ നമ്മുടെ വസ്ത്രവിധാനം ശ്രദ്ധിക്കണം. ജാഥകളിൽ ഇസ്ലാമികമല്ലാത്തതൊന്നും തന്നെ നിങ്ങളായി കടത്തിക്കൂട്ടരുത്. വളരെ സൗഹാർദ്ദത്തിലും സന്തോഷത്തിലും നടത്തപ്പെടുന്ന ഈ റാലിയിൽ കാണികളായി മാറി നിൽക്കാതെ എല്ലാവരും ആ ഇസ്ലാമികപരമായിട്ടുള്ള റാലിയിൽ അടിയൊപ്പിച്ച് നമ്മുടെ ഒരു ആത്മീയ ഫലം, ആഖിറത്തിലേക്കുള്ള ചുവടുവെപ്പ് അവിടെ നേർക്കുനേരെ കാണണം. നമ്മുടെ ഒരു ഐക്യമാണത്. അത് സംഘടനകൾ മറന്ന് എല്ലാവരും ഒന്നിച്ച് ഭീമാപ്പള്ളിയുടെ മക്കളായി ഒന്നിച്ച് ഇൻഷാ അല്ലാഹ് ഐക്യത്തിൽ അതിൽ അണിനിരക്കണം. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ.